ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഓൾറെഡി ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഇൻകം ഫ്രം അതർ സോഴ്സിലെ വേറെ ടൈപ്പ് ഇൻകം ആണ് പറയുന്നത് ഗിഫ്റ്റ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിവിഡന്റിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു, അതുപോലെ തന്നെ ക്യാഷ് ഇൻകംസും പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗിഫ്റ്റ് ആണ്. വാട്ട് ഈസ് ഗിഫ്റ്റ്? ഗിഫ്റ്റ് മീൻസ് എനി മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് ഓർ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ. ഒരു ചെലവുമില്ലാതെ നമുക്ക് എന്താണ് ഒരു കൺസിഡറേഷനും ഇല്ലാതെ നമുക്കൊരു പ്രോപ്പർട്ടി, മൂവബിൾ ഓർ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഗിഫ്റ്റ് എന്ന് പറയാം. ഇപ്പൊ എന്റെ ഫാദർ എന്താണ് എനിക്ക് ഹൗസ് എന്താണ് എന്റെ പേരിൽ തരാണ്, അതെന്താണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. എനിക്ക് അതിനോട് ചെലവൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് എനിക്കൊരു ബൈക്ക് തരാണ്. അപ്പൊ അതൊക്കെ എന്താണ് വിത്തൗട്ട് ഓർ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ ആയിട്ട് നമുക്ക് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവാം, മെഷീനറി ആവാം, വെഹിക്കിൾസ് ആവാം, അങ്ങനെ മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആവാം. ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിംഗ് അങ്ങനെയുള്ളതാവാം. അപ്പൊ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗിഫ്റ്റ് എന്ന് പറയാം. There are mainly two types of gift: taxable gift and exempted gift. Okay. അപ്പൊ എന്താണ് ടാക്സബിൾ ഗിഫ്റ്റ്, എന്താണ് എക്സംപ്റ്റഡ് ഗിഫ്റ്റ് എന്ന് നോക്കാം. ഈ ടാക്സബിൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടേമത്തിൽ അതിന്റെ മീനിങ് ഉണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് നമുക്ക് എന്ത് പറയാം, ടാക്സബിൾ ഗിഫ്റ്റ് എന്ന് പറയാം. ദെൻ എക്സംപ്റ്റഡ് ഗിഫ്റ്റ്, ആ ടേമിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ്. എന്താണ്? exempted, which is exempted under the income from other source. ഇൻകം ഫ്രം അതർ സോഴ്സിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് എക്സംപ്റ്റഡ് ഗിഫ്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ടാക്സബിൾ ഗിഫ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്, അതിലുണ്ട് അതിന്റെ തിയറീസ് ഒക്കെ. അപ്പൊ ടാക്സബിൾ ഗിഫ്റ്റില് ഫസ്റ്റ് വൺ പറയുന്നത് എനി എമൗണ്ട് റിസീവ്ഡ് as a gift up to 50,000 in 1 year is not taxable in hands of recipient, but the amount exceeds 50,000, then the whole received amount is taxable. 50,000 രൂപ വരെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. എനിക്കൊരു 40,000 റുപ്പീസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, ഞാൻ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് കൊടുക്കേണ്ട, കാരണം 50,000 വരെയാണ് ലിമിറ്റ് പറയുന്നത്. ഇഫ് ദ എമൗണ്ട് എക്സീഡ്സ് 50,000, 50,000 കഴിഞ്ഞു എങ്കിൽ whole amount is taxable. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, എനിക്കൊരു 40,000 റുപ്പീസ് കിട്ടി ഗിഫ്റ്റ് ആയിട്ട്, വിച്ച് ഈസ് എക്സംപ്റ്റ്. കാരണം നമ്മൾ പറയുന്നുണ്ട് 50,000 രൂപ വരെ എക്സംപ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ 40,000 രൂപ കിട്ടിയ എന്താണ് എക്സംപ്റ്റ് എന്ന് പറയാം. ഇനി ഫോർ എക്സാമ്പിൾ 60,000 റുപ്പീസ് ആണ് കിട്ടിയെന്നിരിക്കുക, 60,000. അപ്പൊ 50,000ന്റെ ലിമിറ്റ് എക്സീഡ് ചെയ്തു. അപ്പൊ എന്താണ് 60,000 എന്തായിട്ട് വരും, ടാക്സബിൾ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് പറയുന്നത് എന്താണ്, ഗിഫ്റ്റ് അപ് ടു റുപ്പീസ് 50,000 എന്താണ് എക്സംപ്റ്റ് ആണ്. 50,000 മുകളിലേക്ക് പോവാണെങ്കിൽ എന്താണ്, ആ എമൗണ്ട് 50,000 മുകളിലേക്ക് പോവാണെങ്കിൽ അത് മൊത്തം എമൗണ്ടും ടാക്സബിൾ ആയിട്ട് വരും. Then second one പറയുന്നത് any movable property received without consideration and stamp duty value such property exceed 50,000, the stamp duty value such property is taxable. Any immovable property received without consideration, immovable property received without consideration, കൺസിഡറേഷൻ ഇല്ലാതെ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ റിസീവ് ചെയ്തു, അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000 കൂടുതലുമാണ് എങ്കിൽ whole of such value is taxable. ആ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മൊത്തമായിട്ട് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആൻഡ് the stamp duty value exceeds rupees 50,000, then the whole amount is taxable. എന്താണ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ എന്താണ് വിത്തൗട്ട് കൺസിഡറേഷൻ റിസീവ് ചെയ്തു, അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000 കൂടുതലാണ് എങ്കിൽ ആ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മൊത്തമായിട്ടും ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതിനടുത്ത് പറയുന്നത് നമുക്ക് എന്താ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിസീവ് ചെയ്തു വിത്ത് കൺസിഡറേഷൻ. നേരത്തെ പറഞ്ഞത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ഇവിടെ പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് കൺസിഡറേഷൻ. കൺസിഡറേഷനോട് കൂടിയിട്ട് നമുക്കൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കിട്ടി, അതായത് അതിന്റെ മുകളിൽ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൺസിഡറേഷനെക്കാട്ടിലും കൂടുതലാണ്, അതായത് കൺസിഡറേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് 50,000 മുകളിലാണ് എങ്കിൽ ആ ഡിഫറൻസിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്ത് കൺസിഡറേഷൻ. അപ്പൊ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 2 lakh ആണ് വിചാരിക്കാം. ഓക്കെ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 3 lakh ആണ് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കേസ് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് കൺസിഡറേഷൻ ആണ്. അപ്പൊ ഇവിടെ കൺസിഡറേഷനെക്കാട്ടിലും 1 lakh റുപ്പീസ് കൂടുതലാണ് എന്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ത് വരും, ടാക്സബിൾ ആയിട്ട് വരും.
അതായത് കൺസിഡറേഷനെക്കാട്ടിലും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 50,000-ൽ കൂടുതലാണ് എങ്കിൽ എന്താണ് ആ ഡിഫറൻസിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൺസിഡറേഷനെക്കാട്ടിലും 50,000 രൂപ മുകളിൽ കൂടുതലാണ് എങ്കിൽ ആ ഡിഫറൻസിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ക്ലിയർ? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് എനി എമൗണ്ട് റിസീവ്ഡ് അപ് ടു ₹50,000, 50,000 രൂപ വരെ നമ്മളൊരു എമൗണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ എക്സംപ്റ്റ് ആണ്. 50,000-ൽ കൂടുതലാണെങ്കിൽ മൊത്തമായിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ നമ്മൾ പറഞ്ഞു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ പറഞ്ഞു. വിത്തൗട്ട് കൺസിഡറേഷൻ ആയിട്ട് നമുക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കിട്ടുകയാണെങ്കിൽ അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000-ൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ നമ്മൾ പറഞ്ഞ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് കൺസിഡറേഷൻ ആണ് പറഞ്ഞത്. നമുക്കൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൺസിഡറേഷനോട് കൂടി കിട്ടുകയാണ് എങ്കിൽ കൺസിഡറേഷന്റെ എമൗണ്ടിനെക്കാട്ടിലും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ആ കൂടുതൽ എന്ന് പറയുന്ന ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 50,000-ൽ കൂടുതലുമാണ് എങ്കിൽ ആ ഡിഫറൻസിന് മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതിനടുത്ത് പറയുന്നത് എനി മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ കഴിഞ്ഞു, ഇനി മൂവബിളിലേക്ക് പോവാണ്. എനി മൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. മൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. മൂവബിൾ എന്ന് പറഞ്ഞാല് വെഹിക്കിൾസോ മെഷീനോ ഒക്കെ മൂവബിൾ ആണ്. അല്ല, മൂവബിൾ ആയിട്ട് എന്ത് പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ നമ്മൾ അതിന്റെ ഫയർ മാർക്കറ്റ് വാല്യൂ എടുക്കും. ഫയർ മാർക്കറ്റ് വാല്യൂ 50,000 രൂപയിൽ കൂടുതലാണ് എങ്കിൽ ദ ഹോൾ എമൗണ്ട് ഈസ് ടാക്സബിൾ. എനിക്കൊരു സ്കൂട്ടർ കിട്ടി, ആ സ്കൂട്ടറിന്റെ ഗിഫ്റ്റ് ആയിട്ട് സ്കൂട്ടർ കിട്ടി, അതിന്റെ ഫയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 60,000 ആണ് എങ്കിൽ ആ 60,000 മുകളിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ ഫയർ മാർക്കറ്റ് വാല്യൂ എന്താണ് 50,000 താഴെയാണെങ്കിൽ 40,000 ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ തന്നെ എനി മൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആൻഡ് ദെയർ ഫയർ മാർക്കറ്റ് വാല്യൂ എക്സീഡ്സ് 50,000 ആണ് എങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതിനടുത്ത് എനി മൂവബിൾ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫോർ എ കൺസിഡറേഷൻ. നേരത്തെ മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ, ഇവിടെ മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് കൺസിഡറേഷൻ. കൺസിഡറേഷനോട് കൂടിയിട്ട് നമുക്കൊരു മൂവബിൾ പ്രോപ്പർട്ടി കിട്ടിയെങ്കിൽ ആ കൺസിഡറേഷനെക്കാട്ടിലും മുകളിലാണ് ഫയർ മാർക്കറ്റ് വാല്യൂ എന്ന് വിചാരിക്കുക. അതിന്റെ ഡിഫറൻസ് 50,000-ൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 lakh ആണ് വിചാരിക്കുക. കൺസിഡറേഷൻ 50,000. അതായത് എനിക്കൊരു മൂവബിൾ പ്രോപ്പർട്ടി കിട്ടി, അതിന് ഞാൻ 50,000 രൂപ കൊടുത്തിട്ടുണ്ട് ആ മൂവബിൾ പ്രോപ്പർട്ടി എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ ഫയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 lakh ആണ്. അങ്ങനെ പറഞ്ഞാൽ കൺസിഡറേഷനെക്കാട്ടിലും കൂടുതലാണ് ഫയർ മാർക്കറ്റ് വാല്യൂ. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ, ഇവിടെ ഡിഫറൻസ് 1,50,000, 50,000 രൂപയിൽ കൂടുതലല്ലേ. അപ്പൊ അതിന്റെ ഡിഫറൻസ് 50,000 രൂപയിൽ കൂടുതലാണ് എങ്കിൽ ആ ഡിഫറൻസിന്റെ മുകളിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് കൺസിഡറേഷനേക്കാൾ കൂടുതലായിരിക്കണം ഫയർ മാർക്കറ്റ് വാല്യൂ, അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 50,000-ൽ കൂടുതലുമാണ് എങ്കിൽ എന്താണ് ആ ഡിഫറൻസിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ടാക്സിബിൾ ഗിഫ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. 5 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞതിൽ എനി എമൗണ്ട് റിസീവ്ഡ് അപ് ടു ₹50,000 ആണ് എങ്കിൽ എക്സംപ്റ്റ്. 50,000 രൂപ വരെ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സംപ്റ്റ് ആണ്. 50,000 രൂപയിൽ മുകളിലാണ് എങ്കിൽ എന്താണ് ടാക്സബിൾ ആയിട്ട് വരും. ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് എങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000-ൽ കൂടുതലാണ് എങ്കിൽ അതിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് കൺസിഡറേഷൻ ആണ് എങ്കിൽ നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുക, കൺസിഡറേഷൻ എടുക്കുക. കൺസിഡറേഷനെക്കാട്ടിലും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. അതുപോലെ തന്നെ ആ ഡിഫറൻസ് 50,000-ൽ കൂടുതലുമാണ് എങ്കിൽ എന്താണ് ആ ഡിഫറൻസിന് മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ നമ്മൾ പറഞ്ഞത് മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ആയിരുന്നു. ഒരു മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടിയെങ്കിൽ അതിന്റെ ഫയർ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. ആ ഫയർ മാർക്കറ്റ് വാല്യൂ 50,000-ൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ ആ എമൗണ്ടിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് കൺസിഡറേഷൻ. ഒരു മൂവബിൾ പ്രോപ്പർട്ടി കൺസിഡറേഷനോട് കൂടി കിട്ടുകയാണെങ്കിൽ കൺസിഡറേഷൻ എമൗണ്ടിനെക്കാളും കൂടുതലാണ് ഫയർ മാർക്കറ്റ് വാല്യൂ, അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 50,000-ൽ കൂടുതലുമാണ് എങ്കിൽ ആ ഡിഫറൻസിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് ടാക്സിബിൾ ഗിഫ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. ഇനി പറയുന്നത് എക്സംപ്റ്റഡ് ഗിഫ്റ്റ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്? അതായത് ആ ടൈപ്പ് ഗിഫ്റ്റിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അത് ഫസ്റ്റ് പറയുന്നത് ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ്. റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, സ്പൗസ് ആവാം, ബ്രദേഴ്സ് ആവാം, സിസ്റ്റേഴ്സ് ആവാം, പാരന്റ്സ് ആവാം, ബ്രദർ ഇൻ ലോ ആവാം, അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഓക്കെ, ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ദെൻ ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ഒക്കേഷൻ ഓഫ് മാരേജ്. ഇപ്പൊ എന്താണ് സൺസ് മാരേജ് അല്ലെങ്കിൽ
എന്റെ മാരേജിന്റെ സമയത്ത് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റിന്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ഒക്കേഷൻ ഓഫ് മാരേജ് ആണെങ്കിൽ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഞാൻ പറയുന്നത് ഗിഫ്റ്റ് റിസീവ്ഡ് അണ്ടർ വിൽ ഓർ ഇൻഹെറിറ്റൻസ്. വിൽ പ്രകാരം നമ്മൾ എന്താണ്, അല്ലെങ്കിൽ പാരമ്പര്യം പ്രകാരം നമുക്ക് കിട്ടുന്നത്, അതായത് അച്ഛൻ ഫാദേഴ്സിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വിൽപ്പത്രം പ്രകാരം നമുക്ക് കിട്ടുന്നത്, അങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റ് എന്താണ്, എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അപ്പോ ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ഗിഫ്റ്റ് റിസീവ്ഡ് ഓൺ ഒക്കേഷൻ ഓഫ് മാരേജ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ഗിഫ്റ്റ് റിസീവ്ഡ് അണ്ടർ വിൽ ഓർ ഇൻഹെറിറ്റൻസ് എന്താണ്, എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ഇതിനടുത്തുള്ളത് ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് ഓഫ് പെയർ. കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് ഓഫ് ദ പെയർ. കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൽനെസ്, അസുഖം ബാധിച്ചു കിടക്കുന്ന ആളുകളുണ്ടാവും. അവരെന്താണ്, അസുഖം കാരണം മരണപ്പെടാം അങ്ങനെ കിടക്കുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ട് എങ്കിൽ അവരെന്താണ്, അവരുടെ പേരുള്ള പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയിട്ട് അവരെ നോക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട. അത് കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത്. ഡെത്തിന് ശേഷം എന്താണ്, ഒരു ഇൽനെസ് ബാധിച്ച് മരിക്കുകയാണ്, അവരുടെ മരണത്തിന് ശേഷം അവരുടെ പ്രോപ്പർട്ടീസ് വേറെ ആൾക്ക് കിട്ടുകയാണ് എങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് പറയുന്നത് എനി ലോക്കൽ അതോറിറ്റി, ട്രസ്റ്റ് ഓർ യൂണിവേഴ്സിറ്റി. ഏതെങ്കിലും ലോക്കൽ അതോറിറ്റിയിൽ നിന്നോ ട്രസ്റ്റിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ക്യാഷ് എന്തെങ്കിലും ആവാം, സ്കോളർഷിപ്പ് പോലെ കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ, അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട. അപ്പൊ എക്സംപ്റ്റഡ് ഗിഫ്റ്റിൽ വരുന്നത് ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ് വരുന്നുണ്ട്, ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ഒക്കേഷൻ ഓഫ് മാരേജ്, ഗിഫ്റ്റ് റിസീവ്ഡ് അണ്ടർ എ വിൽ ഓർ ഇൻഹെറിറ്റൻസ്, ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് ഓഫ് പെയർ, then any local authority, trust or universities. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഗിഫ്റ്റിന്റെ കേസിൽ വരുന്നത്. അപ്പോ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ഇതുപോലെ കുറെ ഐറ്റംസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഐറ്റംസിന്റെ തിയറി അതുപോലെ മനസ്സിലാക്കി വെച്ച് പഠിച്ചു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. അപ്പൊ നമ്മളിത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം, ഓരോ ഐറ്റം ഗിഫ്റ്റ് ആണോ, ഗിഫ്റ്റ് ആണെങ്കിൽ എക്സംപ്റ്റ് ആണോ, അല്ലെങ്കിൽ ടാക്സബിൾ ആണോ, അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ. ഇപ്പൊ വിന്നിംഗ് ഫ്രം ലോട്ടറി ആണെങ്കിൽ അത് ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിൽ ഗ്രോസപ്പ് ചെയ്യണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഓരോ ഐറ്റം കണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എക്സംപ്റ്റ് ആണോ, ടാക്സബിൾ ആണോ, ടാക്സബിൾ ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തിയറി നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഗിഫ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. Sri Raju gives you the following particulars. You are required to compute his income from other source. First item പറയുന്നത് gift received from friend. ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് received from friend. അത് നമ്മൾ എന്താ പറഞ്ഞത്, എക്സംപ്റ്റഡ് അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ 50,000 കൂടുതലാണ് എങ്കിൽ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ₹40,000 എന്ന് പറയുന്നത്, അപ്പൊ ക്യാഷ് ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ 50,000 വരെ ആണെങ്കിൽ എക്സംപ്റ്റ് ആണ്. ഇവിടെ 40,000 പറയുന്നുള്ളൂ, അതുകൊണ്ട് ടാക്സ് കൊടുക്കണ്ട. ഇനി വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ ഗിഫ്റ്റും കൂടെ ടോട്ടൽ ചെയ്തിട്ട് 50,000 കൂടുതലാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് 40,000 രൂപ കിട്ടി, വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത് 20,000 രൂപ കിട്ടിയെങ്കിൽ ടോട്ടൽ 60,000 ആയി. അപ്പൊ 50,000 ലിമിറ്റിന് മുകളിലേക്ക് പോയി, അപ്പൊ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ തൽക്കാലം ഇപ്പൊ 40,000 മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അവിടെ എന്താണ്, 40,000 വരെ ആണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട. 40,000 പറയുന്നുള്ളൂ. 50,000 ലിമിറ്റ് എത്താത്തതുകൊണ്ട് ടാക്സ് കൊടുക്കേണ്ട. Then gift received from brother 1 lakh. Gift received from relatives exempt from tax ആണ്. Received from horse race. Received from horse race. അത് ക്യാഷ്വൽ ഇൻകം ആണ്. അത് റിസീവ്ഡ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. ഓക്കെ, റിസീവ്ഡ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് അപ്പ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാഷ്വൽ ഇൻകംസ്, വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, കാർഡ് ഗെയിംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രീവിയസ് സെഷനിൽ പറഞ്ഞാണ് എന്താണ്, റിസീവ്ഡ് നെറ്റ് ആഫ്റ്റർ TDS അല്ലെങ്കിൽ കളക്ടഡ് ബൈ ബാങ്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഗ്രോസ് അപ്പ് ചെയ്യണം. ഗ്രോസ് അപ്പ് ചെയ്യുന്നത് 100 into 100/70 ചെയ്തിട്ട് ഗ്രോസ് അപ്പ് ചെയ്യല്. ഇവിടെ നമ്മൾ പറയുന്നത് റിസീവ്ഡ് ഫ്രം ഹോഴ്സ് റേസ് എന്ന് പറയുന്നതുകൊണ്ട് ആ എമൗണ്ട് ഗ്രോസ് അപ്പ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ദെൻ വിന്നിംഗ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറി, റിസീവ്ഡ് എന്നോ TDS എന്നൊന്നും പറഞ്ഞില്ല, നെറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഗ്രോസ് അപ്പ് ചെയ്യേണ്ട, ആ എമൗണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ദെൻ ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ഫ്രണ്ട് അറ്റ് ദ ടൈം ഓഫ് മാരേജ്. കല്യാണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ മാരേജിന്റെ സമയത്ത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ എന്താണ്, എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ദെൻ ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം NRI ഫ്രണ്ട് 20,000. നമ്മൾ ആദ്യം ഒരു ഗിഫ്റ്റ് റിസീവ് ഫ്രം ഫ്രണ്ട് 40,000 പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഗിഫ്റ്റ് റിസീവ് ഫ്രം NRI ഫ്രണ്ട് 20,000 പറഞ്ഞു. അപ്പൊ 40,000 + 20,000 60,000 ആയി. അപ്പൊ 60,000 ആയി. അപ്പൊ 50,000 മുകളിലേക്ക് പോയി, അപ്പൊ ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ, പ്രോബ്ലം ചെയ്ത് നോക്കാം.
Computation of income from other source. Computation of income from other source. Income from other source. Computation of income from other source. Okay. ആദ്യം ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ഫ്രണ്ട്സ് നോക്കാം. ഗിഫ്റ്റ്സ് ഫ്രം ഫ്രണ്ട്സ്. ഗിഫ്റ്റ് ഫ്രം ഫ്രണ്ട്സ് ആദ്യം 40,000 രൂപ പറയുന്നുണ്ട്. ദെൻ നമ്മൾ ലാസ്റ്റ് ഒരു 20,000 NRI ഫ്രണ്ടിന്റെ അടുത്ത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ 60,000 ആയി. 60,000 ആയി കഴിഞ്ഞാൽ 50,000 ലിമിറ്റ് കഴിഞ്ഞു പോയി. അപ്പൊ ടാക്സബിൾ ആയിട്ട് വരും. 60,000 രൂപയും ടാക്സബിൾ ആയിട്ട് വരും. കാരണം 50,000 വരെ നില്ലാണ്, എക്സംപ്റ്റ് ആണ്. 50,000 മുകളിലേക്ക് പോയാൽ ടാക്സബിൾ ആണ്. 50,000 മുകളിലേക്ക് പോയതുകൊണ്ട് ടാക്സബിൾ ആണ്. ദെൻ ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ബ്രദർ. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ബ്രദർ. അത് നേരത്തെ പറഞ്ഞു. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ് എക്സംപ്റ്റ് ആണ്. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ്സ് എക്സംപ്റ്റ് ആണ്. ദെൻ റിസീവ്ഡ് ഫ്രം റേസ് ഹോഴ്സ്. റിസീവ്ഡ് ഫ്രം റേസ് ഹോഴ്സ്. റിസീവ്ഡ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. എമൗണ്ട് എത്രയാണ്? 56,000 ആണ്. 56,000 into 100/70. 100/70 that's equal to 80,000. 80,000. ഓക്കെ. ഇതിനടുത്ത് വരുന്നത് വിന്നിംഗ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറി. വിന്നിങ്സ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറി. വിന്നിംഗ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറി. ഇവിടെ റിസീവ്ഡ് എന്നോ TDS എന്നോ കളക്ടഡ് ബൈ ബാങ്ക് എന്നോ നെറ്റ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? ഗ്രോസ് അപ്പ് ചെയ്യണ്ട. അതിലെടുത്ത് എഴുതുക 3 lakh. Then gift received from friend at the time of marriage. Gift received from friend at the time of marriage. Exempt. നമ്മൾ എക്സംപ്റ്റിൽ പറഞ്ഞതാണ്. എക്സംപ്റ്റ് ഗിഫ്റ്റിൽ പറഞ്ഞതാണ്. ഓക്കെ. അത്രയേ ഉള്ളൂ. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 4,40,000. 4,40,000. അതിന് നേരെ എഴുതുക ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം other source. 4,40,000 income from other source. Okay, hope all of you understand this session. ഇതിലൂടെ ഒരു ഹോംവർക്ക് ഉണ്ട്, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക.